ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേ ബ്രാഡ്ബറിയുടെ എ സൗണ്ട് ഓഫ് തണ്ടർ എന്ന സയൻസ് ഫിക്ഷൻ ആണ്. സോ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. 1952 ആദ്യമായി പ്രസിദ്ധീകരിച്ച റേ ബ്രാഡ്ബറിയുടെ എ സൗണ്ട് ഓഫ് തണ്ടർ എന്ന ചെറുകഥ സയൻസ് ഫിക്ഷനിലെ ലാൻഡ്മാർക്ക് തന്നെയാണ്. ടൈം ട്രാവൽ സാധ്യമാകുന്ന ഒരു ഭാവിയിൽ നടക്കുന്ന ഈ കഥ ഡൈനോസോറസിനെ വേട്ടയാടുന്നതിനെ കുറിച്ചുള്ള ത്രില്ലർ മാത്രമല്ല, മറിച്ച് ബട്ടർഫ്ലൈ എഫക്ട്, മനുഷ്യന്റെ അഹങ്കാരം, റിയാലിറ്റി എന്നിവയെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കഥ കൂടിയാണ്. സോ ഇനി നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറിയിലോട്ട് കടക്കാം. 2055 ടൈം സഫാരി ഇൻകോർപ്പറേറ്റഡ് എന്ന കമ്പനി സമ്പന്നർക്ക് കാലത്തിലൂടെ സഞ്ചരിക്കുവാനും പ്രീ ഹിസ്റ്റോറിക് ക്രിയേച്ചേഴ്സ് എക്സ്പെഷ്യലി ഡൈനോസോറസിന് വേട്ടയാടാനുമുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നിടത്താണ് ഈ കഥ ആരംഭിക്കുന്നത്. കഥയിലെ നായകനായ എക്കൽസ് എക്സൈറ്റഡും അതേസമയം നോവസുമായിട്ടുള്ള ഒരു വേട്ടക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ടീറെക്സിനെയാണ് വേട്ടയാടാൻ തീരുമാനിക്കുന്നത്. ഭൂതകാലത്തെ ഏത് ചെറിയ മാറ്റവും ഭാവിയെ കാര്യമായി ബാധിക്കുമെന്ന് സഫാരി ഗൈഡായിട്ടുള്ള ട്രാവിസ് സമയസഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യാത്രക്കിടെ നിശ്ചയിച്ച ആന്റി ഗ്രാവിറ്റി പാത്ത് ഫോളോ ചെയ്യുകയും സ്വാഭാവികമായി മരിക്കാൻ പോകുന്ന മൃഗങ്ങളെ മാത്രം കൊല്ലുകയും വേണമെന്ന് ഇൻസ്ട്രക്ടർ അവർക്ക് ഇൻസ്ട്രക്ഷൻ നൽകിയിരുന്നു. ട്രാവിസ് എന്ന ഗൈഡും അസിസ്റ്റന്റ് ലെസ്പെറസും മറ്റു 2 വേട്ടക്കാരോട് കൂടെ എക്കൽസ് ടൈം മെഷീനിൽ കയറുന്നു. അവർ 16 മില്യൺ വർഷങ്ങൾ പിറകോട്ട് സഞ്ചരിക്കുന്നു. ഡൈനോസോർ യുഗത്തിന്റെ മധ്യത്തിലാണ് അവർ ഇറങ്ങുന്നത്. കാട് വളരെ കട്ടിയുള്ളതായിട്ട് അവർക്ക് തോന്നി. സമയം നിശ്ചലവുമാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ടിറെക്സ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഭീകരവും ഭയാനകരവുമായിരുന്നു ടീറെക്സിന്റെ അപ്പിയറൻസ്. എക്കിൾസ് ടീറെക്സിനെ കണ്ടതും ഭയന്ന് മരവിക്കുകയാണ്. അയാൾക്ക് ടീറെക്സിനെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം നെർവസ് ആവുകയും നിശ്ചയിച്ച പാതയിൽ നിന്ന് പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു. ഇതോടെ ഗൈഡ് ട്രാവിസ് ഫ്യൂരിയസ് ആവുകയും പെട്ടെന്ന് തന്നെ മിഷൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും ഒത്ത് ടൈം മെഷീനിൽ മടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ 2055 അവർ തിരിച്ചെത്തുമ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. എല്ലാം നിശ്ചലമായിരിക്കുന്നു. ഭാഷയിൽ വിചിത്രമായ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. അന്തരീക്ഷത്തിൽ വ്യത്യാസം തോന്നി. അതുപോലെ ക്രൂവൽ ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ട്യൂഷർ പ്രസിഡന്റ് ആവുകയും ചെയ്തു. അവർ പോകുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ശാന്തവും സമാധാനവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല അവസ്ഥ. അങ്ങനെ ഇരിക്കെ എക്കൽസിന്റെ ഷൂവിലെ ചെളിയിൽ കുടുങ്ങിയ തകർന്ന ചിത്രശലഭത്തെ കാണുകയാണ്. ആ ഒരു ചെറിയ ജീവൻ മുഴുവൻ ചരിത്രത്തെയും മാറ്റിമറിച്ചു എന്ന സത്യം അയാൾ മനസ്സിലാക്കി. താൻ വരുത്തിയ നാശനഷ്ടങ്ങൾ മനസ്സിലാക്കിയ എക്കൽസ് അത് പരിഹരിക്കാൻ തന്നെ തിരികെ കൊണ്ടുപോകാൻ ട്രാവിസിനോട് ആവശ്യപ്പെടുകയാണ്. ബട്ട് ദ റിയാലിറ്റി ഈസ് ഹി വാസ് ടു ലേറ്റ്. കഥയുടെ അവസാനം ട്രാവിസ് തന്റെ തോക്ക് ഉയർത്തുകയും അതിനുശേഷം എ സൗണ്ട് ഓഫ് തണ്ടർ അഥവാ ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇനി ഭാവിയിൽ കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ട്രാവിസ് എക്കൽസിനെ ഷൂട്ട് ചെയ്തതാകും എന്ന സംശയമാണ് ഈ ശബ്ദം സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ ഒരു ചെറിയ അശ്രദ്ധ മൂലം വലിയ കോൺസിക്വൻസ് ആണ് ഉണ്ടായതെന്നും കാലം, പ്രകൃതി, ജീവിതം എന്നിവയോട് നാം ശ്രദ്ധാപൂർവം സഞ്ചരിക്കണം എന്ന ഗുണപാഠമാണ് ഈ ചെറുകഥ നമുക്ക് നൽകുന്നത്. സോ ഇതാണ് റേ ബ്രാഡ്ബറിയുടെ എ സൗണ്ട് ഓഫ് തണ്ടർ എന്ന സയൻസ് ഫിക്ഷന്റെ സമ്മറി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോ വേണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമന്റ് ബോക്സ്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് വീഡിയോ. ഇഫ് യു think my videos are useful, please consider supporting, and thank you for watching.